ഏതാണ്ട് നമ്മൾ പലരും ഭയപ്പെട്ടിരുന്നത് പല വികസന പദ്ധതികൾ നിൽക്കും, പല മേഖലകളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നൊക്കെയാണെങ്കിൽ അതൊന്നും ഇല്ലാതെ ഈ വിഭവങ്ങൾ നമുക്ക് തനതായ രീതിയിൽ കൂടെ അല്ലാതെ കണ്ടെത്താൻ ഉള്ള വഴികൾ ആലോചിച്ചുകൊണ്ട് നോൺ ടാക്സ് റവന്യൂവിലൂടെയൊക്കെ അത് കണ്ടെത്താം എന്നുള്ള വലിയ ധൈര്യം കാട്ടിക്കൊണ്ട് KN ബാലഗോപാൽ മുന്നോട്ട് പോകുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ കാണുന്നത്. അതേസമയം ക്ഷേമ പരിപാടികളും മുന്നോട്ട് പോകുന്ന ഉറപ്പുണ്ട്. അതാണിപ്പോൾ വന്നിരിക്കുന്നത്. ടൂറിസം മേഖലയെക്കുറിച്ച് കൃത്യമായി പറയുകയും ചെയ്തു. ഇപ്പോൾ VK പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നു. VK പ്രശാന്ത്, ഈ ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, താങ്കൾ മേയറൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ചുകൂടി തിരുവനന്തപുരത്തിന് വളരെ അഭിമാനമായി കണ്ട ഒരു കാര്യം, ഇത് ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ MLA ആണ്. വട്ടിയൂർക്കാവിനും വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്ന കാര്യം വിഴിഞ്ഞത്താണ് അതിൻ്റെ പ്രതിഫലനം എന്നുള്ളതാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. മെയ് മാസത്തോടുകൂടി തുറമുഖം ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ഫങ്ഷനിങ്ങിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ബഡ്ജറ്റ് ഏത് രീതിയിലാണ് ഒരു MLA എന്നുള്ള നിലയ്ക്ക്, തിരുവനന്തപുരത്തിൻ്റെ MLA എന്നുള്ള നിലയ്ക്ക്, തിരുവനന്തപുരം ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് തരുന്ന പ്രതീക്ഷകൾ? ഗവൺമെന്റിന് അവതരിപ്പിക്കാൻ കഴിയാവുന്ന ഏറ്റവും മികച്ചൊരു ബഡ്ജറ്റാണ് ശ്രീ KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചതെന്ന് എല്ലാവരും സമ്മതിക്കും. ജനങ്ങളെ വലിയ രീതിയിൽ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അമിതമായ ടാക്സിലേക്ക് പോകാതെ അദ്ദേഹം കൃത്യമായ ബാലൻസ് ചെയ്തെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്, അവിടെ ടാക്സ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ MLA എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം വിഴിഞ്ഞം കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായി ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പോൾ ആ വിഴിഞ്ഞത്തിനോടനുബന്ധിച്ച് വ്യവസായ ഇടനാഴികളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുമെന്ന് കൂടി ധനമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞം നമുക്ക് തുറന്നു തരുന്ന അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്, പുതിയ പശ്ചാത്തല സൗകര്യ വികസനങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി ഗവൺമെൻറ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മേയറായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും പറഞ്ഞൊരു കാര്യം, വിഴിഞ്ഞത്തിൻ്റെ സമ്പൂർണ്ണ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അവിടെ വരുന്ന കപ്പലുകൾ വരുന്നത് മാത്രമല്ല, ആ വരുന്ന കപ്പലുകളിൽ അതിൻ്റെ സ്റ്റാഫിനും മറ്റുമൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ കരയിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ നട്ടും ബോൾട്ടും ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും വിഴിഞ്ഞത്തിന് പ്രാധാന്യമുണ്ട് എന്ന് കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുറമുഖവുമായി അനുബന്ധിച്ചുള്ള നിരവധി വ്യവസായങ്ങൾ വരാൻ ഈ വിഴിഞ്ഞം നാവായിക്കുളം പുതിയ റിംഗ് റോഡ് അടക്കം സഹായകരമാകും, പുതിയ വ്യവസായ ഇടനാഴി സഹായകരമാകും. ഒപ്പം തന്നെ വലിയൊരു വികസന പന്താവ് കൂടി തിരുവനന്തപുരത്ത് തുറക്കുകയാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബൈപ്പാസ് പണി പൂർത്തിയായി വരുന്നു. അതുപോലെ തന്നെ വേളി കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുന്നു, നമ്മുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ വരുന്നു. അപ്പോൾ ഒരു വലിയ കോറിഡോറായി തിരുവനന്തപുരത്തിൻ്റെ ആ ഭാഗം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അതുമാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ വികസനം, അവിടെ നിരവധിയായിട്ടുള്ള പുതിയ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ക്ഷേമത്തിനും വലിയ പ്രാധാന്യം ഈ ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കൂടി നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതായിരുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും മികച്ചൊരു ബഡ്ജറ്റിലേക്ക് അങ്ങേക്ക് അദ്ദേഹത്തിന് വരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പുതിയ വികസനത്തിലേക്ക് 961 കോടി രൂപയോളം നഗരവികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിൽ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനും പങ്ക് ലഭിക്കും. അതുമാത്രമല്ല, സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 100 കോടി രൂപ പ്രത്യേകമായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള പരിപാടികൾ നഗരവികസനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യം. അതുപോലെ തിരുവനന്തപുരം മാത്രമല്ല, ഇപ്പോൾ കൊച്ചി മറ്റൊരു കോർപ്പറേഷനാണല്ലോ, അവിടുത്തെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണവും ഗവൺമെൻറ് നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ സമതുലിതമായിട്ടുള്ള ഒരു വികസനം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഉറപ്പാക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ബഡ്ജറ്റിൻ്റെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. യെസ്, എന്തായാലും ഒരു സാധാരണ ബഡ്ജറ്റ് ദിവസത്തിൽ കേൾക്കാറുള്ള ചില വലിയ ആക്രമണങ്ങളൊന്നും ഇന്ന് ശ്രീ KN ബാലഗോപാലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ബാലഗോപാലിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ബഡ്ജറ്റിൻ്റെ അവതരണത്തിനൊപ്പം മനസ്സുകൾ പോയതുപോലെ ഉണ്ട് ജനങ്ങളുടെ. തിരുവനന്തപുരം മെട്രോയും മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യെസ്, നമ്മളതും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് എനിക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. ശ്രീ ആദികേശവനും ഒപ്പം ശ്രീ നാരായണൻ പൂവാറും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്.